Good evening, everyone. So, today we'll deal with Isadora Duncan's classic autobiography, My Life. So, this is the story of Isadora Duncan's life as a dancer, as a woman, and of course, as a feminist. And it's a story of her reinventing the ballet dance form. And this work is as extraordinary and amusing as the woman who wrote it about 60 years ago. And of course, you could look and analyze this work from a different perspective. Consider Duncan's life as a performance and Duncan as a performer who is living her life and see how it turned out to be. So let's get into the details. സിഡോറ ഡങ്കൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ആർട്ടിസ്റ്റ് ആയിരുന്നു, ഡാൻസർ ആയിരുന്നു, ആൻഡ് ഷീ പൈനിയർഡ് ദി എക്സ്പ്രസീവ് മൂവ്മെന്റ് ആൻഡ് ഷീ വാസ് ഡീപ്ലി ഇൻസ്പയർഡ് ബൈ ഏൻഷ്യന്റ് ഗ്രീക്ക് ഡ്രാമ ആൻഡ് ഓഫ് കോഴ്സ് ഷീ സ്ട്രഗിൾഡ് എ ലോട്ട് ഇൻ ഹർ ലൈഫ് ആൻഡ് ഷീ വാസ് എ വുമൻ ഹു ഇസ് വൺ ഓഫ് എ കൈൻഡ്. ഒരു ബാലെ ഡാൻസർ ആയിരുന്നു. 9 ഇയേഴ്സ് ഉണ്ടായിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് ഡാൻസ് കളിച്ചു തുടങ്ങിയത്. ഓഫ് കോഴ്സ് അറ്റ് 9 ഇയേഴ്സ് ഷീ സ്റ്റാർട്ടഡ് ടീച്ചിങ് ഡാൻസ്. ഡാൻസ് കളിച്ചു തുടങ്ങിയത് മാത്രമല്ല, പഠിപ്പിക്കാൻ കൂടി 9 വയസ്സുണ്ടായിരുന്നപ്പം ഷീ സ്റ്റാർട്ടഡ് ടീച്ചിങ് ബാലെ ഡാൻസ് ഫോം. ആൻഡ് പക്ഷേ ഇസഡോറ ഡങ്കന്റെ ഡാൻസ് കൺവെൻഷണൽ ബാലയിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു. ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി വെരി ഡിഫറെൻറ്റ് ഫ്രം ദി കൺവെൻഷണൽ ബാലെ ഫോം. ആൻഡ് ഇസഡോറ ഡങ്കൻ അവരുടേതായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് കൈൻഡ് ഓഫ് ഡാൻസ് ഫോം ഉണ്ടാക്കി ആൻഡ് ഷീ നെയിംഡ് ഇറ്റ് ദ ഡാൻസ് എന്നായിരുന്നു വിളിച്ചത്. ആൻഡ് ഇറ്റ് വാസ് എ ഫ്രീ ഡാൻസ് ഫോം. കൺവെൻഷണൽ ഡാൻസ് ഫോം നിങ്ങൾക്കറിയാം, അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസും റൂൾസും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആ ഒരു കൺസ്ട്രെയിൻസ് ഒന്നുമില്ലാതെ ഒരു ഫ്രീ മൂവ്മെന്റ് ഓഫ് ദ ബോഡി ആയിരുന്നു ദ ഡാൻസിലുള്ളത്. ഒരു കൺസ്ട്രെയിൻസും ഇല്ലാതെ ദ കൺവെൻഷണൽ ബാലിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോമാണ് ഇസഡോറ ഡങ്കൻ കൊണ്ടുവന്നിരുന്നത്. And she is considered as a mother of modern dance. കൺവെൻഷണൽ ബാലെ ഫോമിനെ ഇംപ്രവൈസ് ചെയ്തു എന്തിനു വേണ്ടിയിട്ട്? ടു ഇൻട്രൊഡ്യൂസ് ദ ഡാൻസ് എന്ന് പറയുന്ന ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇങ്ങനെ ഒരു ഡാൻസ് കൊണ്ടുവരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇസഡോറ ഡങ്കൻ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സം തിങ്സ്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഗ്രീക്ക് കൾച്ചർ അല്ലെങ്കിൽ ഗ്രീക്ക് ഡ്രാമ, ഗ്രീക്ക് തിയേറ്റർ ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നേച്ചർ, പെർട്ടിക്കുലർലി ദ സീ ആൻഡ് ദ വിൻഡ്. സീന്റെയും വിൻഡിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ നാച്ചുറൽ മൂവ്മെന്റിലെ അതെത്ര നാച്ചുറലി ആണ് ഫ്ലോ ചെയ്യുന്നത്. അതിന്റെ ഫ്രീ മൂവ്മെന്റ് കാരണമാണ് സീയും വിൻഡും ഒരുപാട് ഡങ്കനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് എ റീസൺ വൈ ഷീ ബിലീവ്ഡ് ഇൻ ദ ഫ്രീ മൂവ്മെന്റ് or the natural movement of the body. And and she believed in that way she would be able to connect her body movements with that of her emotions and her feelings. And dance is not always about entertainment and not always about keeping the audience happy or entertained, and it's also about conveying the emotions of the dancer. So she believed in the free movement of the body. ആൻഡ് ഇസഡോറ ഡങ്കൻ പറയുന്നുണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഗിവിങ് മീനിങ് ടു ദ നാച്ചുറൽ മൂവ്മെന്റ് ഓഫ് ദി ബോഡി. ബോഡിയുടെ ഓരോ മൂവ്മെന്റിനും ഓരോ മീനിങ് ഉണ്ട്. അത് നമ്മൾ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആണ് അതിന് മീനിങ് കിട്ടുന്നത്. അല്ലാതെ നമ്മളൊരു ഡാൻസ് ഫോം പഠിച്ച് അതിൻ്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ് ട്രെയിൻഡ് ആയിട്ട് പോയി കളിക്കുമ്പം അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലല്ലോ. അതിൻ്റെ റൂൾസ് അനുസരിച്ചല്ലേ നമ്മൾ കളിക്കുന്നത്. പക്ഷെ ഷീ ബിലീവ്ഡ് ഇൻ ദ ഫ്രീ മൂവ്മെന്റ് ഓഫ് ദ ബോഡി ആൻഡ് ദർ വെയറിൻ എനി പെർട്ടിക്കുലർ റൂൾസ് ഇൻ ഹർ ഡാൻസ് ഫോം, ദറ്റ് ഈസ് ദ ഡാൻസ്. ആൻഡ് ഒരുപാട് about 40 ബുക്സ് എഴുതിയിരുന്നു, were written in her name all over Europe about her. And she believed that her life is her dance, and she believed in the freedom. And ഒരിക്കലും ടൈഡ് അപ്പ് ആവാൻ താല്പര്യമില്ലാത്തിരുന്ന ഒരാളായിരുന്നു ഇസഡോറ ഡങ്കൻ. ആൻഡ് ഷീ നെവർ ബിലീവ്ഡ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. ഷീ ഓൾവേസ് വാണ്ടഡ് ടു ബി ഫ്രീ ആൻഡ് ഷീ ഹേറ്റഡ് എനിത്തിങ് ദാറ്റ് വുഡ് ടൈ ഹർ അപ്പ്. ആൻഡ് എപ്പോഴും ഇസഡോറ ഡങ്കൻ ബിലീവ് ചെയ്തിരുന്ന ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ man should be free. A person should always be free and should be able to do whatever they want to do. And that is what she believed. അതുകൊണ്ട് തന്നെ ഒരു ഫെമിനിസ്റ്റ് ഐഡിയോളജീസ് ഉണ്ടായിരുന്ന upheld ചെയ്തിരുന്ന ഒരാളായിരുന്നു ഡങ്കൻ. ആൻഡ് ഷി നെവർ ബിലീവ്ഡ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. ആൻഡ് ഷി വാസ് ഓൾവേസ് ഇൻവോൾവ് വിത്ത് ന്യൂമറസ് അഫെയർസ്. അതുമാത്രമല്ല, ഡങ്കൻ ഇൻവോൾവ് ആയിട്ടുള്ള അഫെയർസ് എല്ലാം പ്രൊമിനന്റ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ആയിരുന്നു. ഇത് ഓൾഡ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, യങ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു. ആൻഡ് ഷീ ഹാഡ് 3 children. And the thing that affected her the most
in her life is the death of her 3 children. 3 കുട്ടികളുണ്ടായിരുന്നു, പക്ഷേ unfortunately they died drowning. ഒരു കാർ ആക്സിഡന്റിലായിരുന്നു. അപ്പോൾ 1913 അവർ ട്രാവൽ ചെയ്തിരുന്ന കാറ് ഒരു റിവറിലേക്ക് മറിയുകയായിരുന്നു. അങ്ങനെ 3 കുട്ടികളും മരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഓട്ടോബയോഗ്രഫിയിൽ ഈവൻ പറയുന്നുണ്ട്, ഡങ്കൻ അത്രയ്ക്ക് ഒരു ഡീപ്പ് ഡെസ്പെയറിലേക്ക്, ഒരു ഡിപ്രഷനിലേക്ക് പോയ സമയത്ത് കുട്ടികളില്ലാതെ പറ്റില്ല, കുട്ടികളെ അത്രയും മിസ് ചെയ്തപ്പോൾ ഡങ്കൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഷീ ഈവൻ ആസ്ക്ഡ് an Italian, she begged an Italian stranger to sleep with her because she was desperate to have another child. അപ്പോൾ 1914 she became pregnant and she gave birth to a son. പക്ഷെ ആ കുട്ടിയാണെങ്കിലും ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ചു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ആൻഡ് ഐസഡോറ ഡങ്കൻ മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാർ ആക്സിഡന്റിലാണ്. ആൻഡ് ഷി വാസ് ഇൻ റഷ്യ ആൻഡ് ഷി വാസ് 50 years when she died. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡങ്കൻ ധരിച്ചിരുന്ന സ്കാർഫ് ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ കുരുങ്ങി സ്ട്രാങ്കിൾഡ് ആയിട്ടാണ് മരിക്കുന്നത്. So she was born in 1877 and she was born to an American single mother and she had 2 brothers and a sister. അപ്പൊ അവരുടെ ഇസഡോറ ഡങ്കന്റെ ഫാദർ ഇടയ്ക്കൊക്കെ വന്ന് കാണാമായിരുന്നു അവർക്ക്. അതുപോലെ തന്നെ അവർക്ക് പൈസ കൊടുക്കാറുണ്ടായിരുന്നു. ഡങ്കൻ അവരുടെ ഫാമിലി ആയിട്ട് ഒരു നല്ല ബോണ്ടായിരുന്നു. ഷീ ഡീപ്ലി ലവ് ഹർ ഫാമിലി. ആൻഡ് അപ്പോൾ ഈ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഷീ ഹാഡ് 3 children and they died എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷീ അഡോപ്റ്റഡ് all the kids who came to ലേൺ ഡാൻസ് ഫ്രം ഹർ. അപ്പൊ അത് കഴിഞ്ഞ് ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഡാൻസ് പഠിക്കാൻ വന്ന കുട്ടികളെ എല്ലാം ഇസഡോറ ഡങ്കൻ അഡോപ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഇസഡോറ ഡങ്കന്റെ അടുത്ത് പഠിക്കാൻ വന്നിരുന്ന കുട്ടികളെ ഇസഡോറബിൾസ് എന്ന് വിളിക്കാം. ഡങ്കന്റെ ഡാൻസ് ഫോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡങ്കൻ എപ്പോഴും ഷീ ഡാൻസ്ഡ് ബെയർ ഫുട്ട്. നമുക്കറിയാം ബാലയുടെ ഡാൻസ് ഫോമിന് ഒരു പെർട്ടിക്കുലർ ഡ്രസ് കോഡ് ഒക്കെ ഉണ്ട് അല്ലേ. അതുപോലെ അല്ലായിരുന്നു ഇസഡോറ ഡങ്കൻ ചെയ്തിരുന്നത്. ബെയർ ഫുട്ട് ആയിരുന്നു ഡാൻസ് ചെയ്തിരുന്നത്. കോസ്റ്റ്യൂം ആണെങ്കിൽ നല്ല റിവീലിംഗ് ആയിട്ടുള്ള ഒരു ഗ്രീക്ക് ട്യൂണിക്, ട്രാൻസ്പെറന്റ് എന്നാണെങ്കിൽ പറയാൻ ഭയങ്കര തിൻ ആയിട്ടുള്ള ഒരു ക്ലോത്തിങ് ആണ്. ദാറ്റ് വേ ഷി വുഡ് ബി ഏബിൾ ടു മൂവ് ഹർ ബോഡി റിയലി ഫ്രീ. അപ്പൊ ഈ പിക്ചേഴ്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇസഡോറ ഡങ്കന്റെ ക്ലോത്തിങ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പൊ അതില് ഷോൾഡേഴ്സിൽ നിന്ന്, അപ്പൊ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു തിൻ ആയിട്ടുള്ള ഗ്രീക്ക് ട്യൂണിക് ഇട്ടിട്ട് ഷോൾഡേഴ്സിൽ നിന്ന് കളർഫുൾ ആയിട്ടുള്ള കുറെ സ്കാർഫ്സ് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാൻ, സോ ഇറ്റ് ഈസ് കോംപ്ലിമെന്റഡ് വിത്ത് എ സ്കാർഫ്. ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആൻഡ് സോ ഹെർ ഡാൻസ് ഫോം വാസ് വെരി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദി കണ്ടംപററി റൂൾസ് ഓഫ് ദ ബാലെ. ഡങ്കൻ ആയിരുന്നെങ്കിൽ തന്നെ ഡങ്കൻ ഈ കമേഴ്ഷ്യൽ, ഒരു ഡാൻസ് എന്ന് പറഞ്ഞതിന് എപ്പോഴും ഒരു കമേഴ്ഷ്യൽ ആസ്പെക്ട് ഉണ്ടായിരിക്കുമല്ലോ, അത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഡങ്കന് അത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒരു പബ്ലിക് പെർഫോമൻസിന് എപ്പോഴും ഒരു കമേഴ്ഷ്യൽ സൈഡ് ഉണ്ടായിരിക്കില്ല, അത് ഇഷ്ടമല്ലായിരുന്നു. എന്ന് വെച്ചാൽ ടോറിന് പോകണം, അല്ലെ ഡാൻസ് ടോഴ്സിന് പോകണം, അല്ലെങ്കിൽ കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കും, അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ബിക്കോസ് ഷീ ഫെൽറ്റ് ദ ഡിസ്ട്രാക്റ്റഡ് ഹെർ. അപ്പൊ ഒരു ഡാൻസ് ഫോം എന്ന് പറയുമ്പോൾ അത് മനസ്സിൽ നിന്ന് അറിഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ കണക്റ്റഡ് ആയിട്ട് കളിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതാണ് അതിന്റെ റിയൽ മിഷൻ. ആ റിയൽ മിഷനിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ കാരണം എന്താണ്? ഇതിന്റെ കമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ആണ് അല്ലെ, പൈസ കിട്ടുക, കോൺട്രാക്ട്, അതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഷീ ഡിസ്ലൈക്ഡ് ഓൾ ദോസ് ഫാക്ടേഴ്സ് ആൻഡ് ഷീ ബിലീവ്ഡ് ദാറ്റ് ഹെർ റിയൽ മിഷൻ വുഡ് ബി ദ ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി. അല്ലെങ്കിൽ അങ്ങനെ ആ ഡാൻസ് ഫോമിൽ കൂടെ ഒരു ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, യങ് ആയിട്ടുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. ഷീ ഈസ് എഡ്യൂക്കേറ്റിംഗ് ദ യങ് പീപ്പിൾ ടു ബി ഫ്രീ ടു മൂവ് ദെയർ ബോഡി ഇൻ whatever way they feel it's pretty or beautiful and not to blindly follow the conventional style of the theater. And ആ ഒരു മിഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? She decided to open schools to teach young women or young kids, young girls, her philosophy of dance. ഡങ്കന്റെ ഫിലോസോഫി എന്തായിരുന്നു? ദ ഡാൻസ്. ഈ ഡാൻസ് ഫോം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്കൂൾ തുടങ്ങി. അങ്ങനെ അവിടെ വന്ന കുട്ടികളെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഇസഡോറബിൾസ് എന്ന് വിളിക്കുന്ന കുട്ടികൾ. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1904. 1904 ആദ്യമായിട്ട്
ഡാൻസ് സ്കൂൾ തുടങ്ങുന്നത്. അത് ബെർലിനിലായിരുന്നു, ജർമ്മനിലെ ബെർലിനിലായിരുന്നു. അവിടെയാണ് ആദ്യമായിട്ട് ഇസഡോറബിൾസ് എന്ന് പറയുന്ന ടേം വരുന്നത്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബർത്ത് പ്ലേസ് ഓഫ് ഇസഡോറബിൾസ്. അവിടെ വന്നിരുന്ന ആദ്യമായിട്ട് ഡങ്കൻ ലീഗലി അഡോപ്റ്റ് ചെയ്ത 6 ഗേൾസ് ഉണ്ടായിരുന്നു. അവരെയാണ് ആദ്യമായിട്ട് ഇസഡോറബിൾസ് എന്ന് വിളിച്ചു തുടങ്ങിയത്. ആൻഡ് ദെയർ നെയിംസ് ആർ ആന, മറിയ, എർമ, ലീസൽ, ഗ്രീഡൽ ആൻഡ് എറിക്ക. ഇവർ ഇത്രയും പേരായിരുന്നു 6 കുട്ടികൾ. ആൻഡ് all the six of them took her last name. And ബാലെ ഡാൻസ് ഫോമിന്റെ കൺവെൻഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡങ്കൻ ആ ഡാൻസ് ഫോം എന്താണോ അതിന്റെ റൂട്ട് ഫോം വരെ എത്തി. ഒരു പ്യുവർ ഡാൻസ് ഫോമിലായിരുന്നു ഡങ്കൻ വിശ്വസിച്ചിരുന്നത്. ആൻഡ് ഹർ സ്റ്റൈൽ വാസ് കംപ്ലീറ്റ്ലി ഫ്രീ ആൻഡ് നാച്ചുറൽ മൂവ്മെന്റ് ഓഫ് ദ ബോഡിയാണ്. ആൻഡ് വാട്ട് ഇൻസ്പയർഡ് ഹർ? ക്ലാസിക്കൽ ഗ്രീക്ക് ആർട്ട്, അതുപോലെ തന്നെ ഫോക്ക് ഡാൻസസ്, സോഷ്യൽ ഡാൻസസ്, നാച്ചുറൽ ഫോഴ്സസ്, സീ, വിൻഡ്, ഇതെല്ലാം ഇൻസ്പയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ അത്ലറ്റിസിസം ലൈക്ക് സ്കിപ്പിംഗ്, റണ്ണിങ്, ജമ്പിങ്, ലീപ്പിംഗ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇസഡോറ ഡങ്കന്റെ ഡാൻസ് ഫോം നോക്കുകയാണെങ്കിൽ അതിൽ സ്കിപ്പിങ്ങും അതുപോലെ ലീപ്പിങ്ങും ജമ്പ് ചെയ്യുന്നു ഇതെല്ലാം ഉണ്ട്, അല്ലാതെ സ്റ്റെപ്സ് മാത്രമല്ല. ആൻഡ് ഇറ്റ് ഈസ് really different from that of the codified restrictions of the ballet technique. അപ്പൊ ഡങ്കൻ പറയുന്നുണ്ട് സി ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ആൻ റിയലി ഹൈലി ഇൻസ്പയർഡ് ഹർ. ആൻഡ് ഡങ്കൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് ഒരു എവല്യൂഷണറി ഡാൻസ് ഫോം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ള ഡാൻസ് ഫോമിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയൽ മിഷനെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഡാൻസ് ഫോം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ഡാൻസ് ഫോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ മൂവ്മെന്റും, ഓരോ ബോഡിലി മൂവ്മെന്റും ഫ്രീ ആണ്. അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പിനെ അനുസരിച്ചിരിക്കും അടുത്ത സ്റ്റെപ്പ്. സോ ദ സക്സസീവ് സ്റ്റെപ്സ് ഡിപ്പെൻഡന്റ് അപ്പോൺ ദ സ്റ്റെപ്സ് ദാറ്റ് ആർ പ്രിസീഡിങ് ഇറ്റ്. ഈച്ച് മൂവ്മെന്റ് ഗേവ് റൈസ് ടു ദ നെക്സ്റ്റ്. ഓരോ സ്റ്റെപ്പ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മനസ്സിൽ അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ സ്റ്റെപ്സ് വരുന്നത് അതിനനുസരിച്ച് ബോഡി മൂവ് ചെയ്യുക, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക. ഓരോ മൂവ്മെന്റിനെ അനുസരിച്ചിരിക്കും അടുത്ത മൂവ്മെന്റ് വരുന്നത്. ആൻഡ് ഇറ്റ് ഗേവ് റൈസ് ടു ദ നെക്സ്റ്റ് ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ്. സോ റിജിഡ് ആയിട്ടുള്ള ബാലറ്റ് ടെക്നിക്സിൽ നിന്നും റൂൾസിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു ഡങ്കൻസ് ഫിലോസോഫി. ആൻഡ് ഇറ്റ് ഓൾവേസ് upheld the natural movement of the body. And ഇസഡോറ ഡങ്കൻ പറയുന്നുണ്ട്, ഇപ്പൊ ഡാൻസ് ഫോമിനെ ഒരു ഒരു മിയർ എന്റർടൈൻമെന്റ് ആയിട്ട് കാണാതെ അതിനെ ഇമോഷൻസിനും മൂവ്മെന്റ്സിനും ഫീലിങ്സിനും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഒരു ഡാൻസ് ഫോം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡാൻസ് എപ്പോഴും നമ്മളുടെ ലൈഫിനെ ആയിരിക്കണം കാണിക്കുന്നത്. നമ്മുടെ ലൈഫിലുള്ള ജോയ്, അതുപോലെ തന്നെ സാഡ്നെസ്, എല്ലാ ഫീലിങ്സും ആയിരിക്കണം നമ്മൾ ഓഫർ ചെയ്യുന്നത് നമ്മുടെ ഡാൻസ് ഫോമിൽ കൂടെ. ഇറ്റ് ഈസ് ബേസിക്കലി എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ആ ലൈഫ് ടു ദി ഓഡിയൻസ്. അങ്ങനെ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്യുവർ, ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓണസ്റ്റ്. ആൻഡ് ഇഫ് യു വോണ്ട് ഇറ്റ് ടു ബി ഓണസ്റ്റ്, യു have to believe in yourself and try to connect your own emotions and feelings to the forms. ആൻഡ് അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഇസഡോറ ഡങ്കന്റെ ഫെമിനിസ്റ്റ് ഐഡിയോളജീസും അവരുടെ ലവ് ഫോർ ഫ്രീഡം എല്ലാം ഈ ഡാൻസ് ഫോമിൽ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എക്സംപ്ലിഫൈഡ് ഇൻ ഹർ പാഷനേറ്റ് ഡാൻസ് ഫോംസ് ആൻഡ് ഹർ റെവല്യൂഷണറി കോസ്റ്റ്യൂം. എന്താണ്? വൈറ്റ് ഗ്രീക്ക് ടൂണിക് ആൻഡ് ബെയർ ഫീറ്റിൽ ഡാൻസ് കളിക്കുന്നു. ആൻഡ് ദിസ് ഓഫേർഡ് ഫ്രീഡം. ഇപ്പൊ ശരിക്കുള്ള ബാലറ്റിന്റെ കോസ്റ്റ്യൂം എന്താണ്? കോർസെറ്റ് ആണ്. കോർസെറ്റ് നിങ്ങൾക്ക് അറിയാം, നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ആണ്. അതുപോലെ തന്നെ ഷൂസ് എങ്ങനെയായിരിക്കും? പോയിന്റഡ് ഷൂസ് ആണ്. ടിപ്പ് ഓഫ് ദ ടോസിൽ നിന്നാണ് അത് കളിക്കുന്നത് അല്ലെ ഡാൻസ്. അപ്പൊ അതിൽ നിന്ന് ഒത്തിരി ഡിഫറെന്റ് ആണ് ഇസഡോറ ഡങ്കന്റെ ദ ഡാൻസ് എന്ന് പറയുന്ന ഡാൻസ് ഫോം. പിന്നെ എഡ്യൂക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷീ വാസ് എ ഡ്രോപ്പ് ഔട്ട് ആൻഡ് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ഫുൾ ടൈം ഡാൻസ് ട്യൂട്ടർ ആയിരുന്നു. ആൻഡ് ഷീ നെവർ റിയലി ബിലീവ്ഡ് ഇൻ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഞാൻ ഈ സ്ലൈഡ്സിലൊരു പിക്ചർ ഗാലറി പോലെ ഡങ്കന്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. ആൻഡ് ദെൻ ഷീ തോട്ട്, എന്താണ് എഡ്യൂക്കേഷനെ ഇഷ്ടമല്ലായിരുന്നെന്ന് പറഞ്ഞാൽ ഷീ തോട്ട് ദാറ്റ് ഷീ വോണ്ട് ബി ഏബിൾ ടു അച്ചീവ് എനിത്തിങ് ഫ്രം
എനിത്തിങ് ഫ്രം ദിസ് എഡ്യൂക്കേഷൻ. ആൻഡ് ഈ ഒരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നൊന്നും ജീവിതത്തിൽ പഠിക്കാൻ പറ്റില്ല എന്ന് ഒരു ഡിസിഷനിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടായിരുന്നു ഇസഡോറ ഡങ്കൻ ഉണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ റീസൺ വൈ ഷീ later established a dance school and trained almost 100+ ഗേൾസ്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഡാൻസ് ഫോം വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ബാലറ്റ് ഫോമിൽ നിന്നുണ്ടായ ഹേറ്റ്രഡ് ആണ്. അപ്പം ഷീ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദി ഒറിജിനൽ ബാലെ ഈസ് വെരി റെസ്ട്രൈനിങ്. ഒരുപാട് റെസ്ട്രെയിൻസ് ഉള്ള ഒരു ഫോമായിരുന്നു ബാലെ. അതിന്റെ ഡ്രസ്സിങ് വാസ് ഓൾസോ ബേസ്ഡ് ഓൺ റൂൾസ്, റൈറ്റ്? അതുപോലെ തന്നെ എല്ലാവരും ടിപ്പ് ഓഫ് ദ ടോയ്ലറ്റ് ഫീറ്റിൽ നിന്നിട്ടായിരുന്നു അത് ഡാൻസ് കളിക്കേണ്ടിരുന്നത്. അതൊക്കെ ഒരുപാട് റെസ്ട്രെയിനിങ് ആയിരുന്നു ഫോർ ദ ബോഡി. ആൻഡ് it was an obstacle for the freedom of movement of the body. And she believed that the need of the dance form should be the ഫ്രീ മൂവ്മെന്റ് ആയിരിക്കണം അതിന്റെ മിഷൻ എപ്പോഴും. അത് സിമ്പിൾ, അത് അങ്ങനെ വരുമ്പോഴാണ് ഡാൻസ് ഫോം സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയി മാറുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അതിനൊരു ക്ലാസിക് ഗ്രീക്ക് ടച്ച് ഒക്കെ കൊടുത്തിട്ടാണ് ദ ഡാൻസ് ഫോം, ഡങ്കന്റെ ദ ഡാൻസ് ഫോം വരുന്നത്. ആൻഡ് ഈ ഒരു ഓൾവേസ് ഡങ്കന്റെ മൂവ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ എപ്പോഴും അത് മ്യൂസിക്കിനനുസരിച്ച് ഇങ്ങനെ ബോഡി അതേപോലെ മൂവ് ചെയ്ത് പോകുന്ന പോലെ തോന്നും. അതിൽ ഓരോ സ്റ്റെപ്പും പോയിന്റഡ് ഫ്രീഡം, അല്ലെങ്കിൽ അത് കാരണമാണ് ആ ഒരു ഡാൻസ് ഫോം അങ്ങനെ ഇവോൾവ് ആയി വന്നത്. ആൻഡ് ഷീ ട്രാവൽഡ് അറൌണ്ട് ദ വേൾഡ് വിത്ത് ഹർ ഡാൻസ്. അങ്ങനെ വേൾഡിൽ ഒരുപാട് സ്ഥലത്ത് ഡങ്കൻ അവരുടെ ഡാൻസ് ഫോം എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ബട്ട് ഷീ അൺഫോർച്ചുനേറ്റ്ലി ഡൈഡ് ഇൻ റഷ്യ. അവിടെ ഒരു ഡാൻസ് ഷോ നടത്താൻ വേണ്ടിയിട്ട്, അവിടെ ഒരു ഡാൻസ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു. ബട്ട് ഷീ ഡൈഡ് ദർ. ആൻഡ് ഷീ നെവർ അബ്യൂസ്ഡ് ഹെർ മണി. അവരുണ്ടാക്കുന്ന പൈസ ഒന്നും അവരങ്ങനെ വെറുതെ കളഞ്ഞിട്ടില്ല. ബട്ട് ഷീ കോൺട്രിബ്യൂട്ടഡ് ഇറ്റ് ഫോർ ഹെർ സ്കൂൾ. ആൻഡ് ഹെർ ഡാൻസ് ഫോം വാസ് റിയലി ഗ്രേസ്ഫുൾ ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ്. പക്ഷെ ഇത്രയും ഗ്രേസ്ഫുള്ളും സൊഫിസ്റ്റിക്കേറ്റഡ് ആണെങ്കിൽ പോലും കുറെ ആൾക്കാർ അതിനൊരു വൾഗർ ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടം ചെയ്തിരുന്നു. ഒരുപാട് പേർക്കൊന്നും ഇഷ്ടമല്ല. ആൻഡ് ദേ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വർത്തി ഓഫ് ഷോയിങ്. അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതത്ര നല്ലതല്ല എന്ന് തോന്നിയ ഒരുപാട് ആൾക്കാരുണ്ട്. സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഹെർ ഡാൻസ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സീ ആൻഡ് ദ വിൻഡ്, ആസ് ഐ ഹവ് ഓൾറെഡി ടോൾഡ് യു. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കണം, സീനും വിൻഡിനെയും അതുപോലെ തന്നെ ഗ്രീക്ക് ടച്ച് കൊടുക്കുന്ന കാര്യമൊക്കെ. പിന്നെ അതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റെപ്സ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ആ ഒരു ഫ്ലോയിൽ അങ്ങ് ഡാൻസ് കളിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഷീ കൺസിഡേർഡ് എവ്രി വൺ ആസ് എ ടീച്ചർ ആൻഡ് ഷീ ഹാഡ് സംതിങ് ടു ലേൺ ഫ്രം എവ്രി വൺ ഷീ മെറ്റ്. അങ്ങനെയൊക്കെയാണ് ഈ ഡാൻസ് ഫോം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലിങ്ക്ഡ് ടു ഹെർ ലൈഫ് ആൻഡ് ഹെർ എക്സ്പീരിയൻസസ് ആൻഡ് ഹെർ ഐഡിയോളജീസ് ആൻഡ് ഹെർ ഡിസിഷൻസ്. അതുപോലെ തന്നെ ഇസഡോറ ഡങ്കന്റെ ഡാൻസും ലൈഫും എല്ലാം ഒരു ചാലഞ്ച് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ആ സമയത്ത് ഉണ്ടായിരുന്ന ഓർത്തഡോക്സി കൺവെൻഷൻസ് ഓഫ് ദ സൊസൈറ്റിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് ഒരു ബ്രേവ് ആയിട്ട് ഇത്രയും വലിയൊരു റിവല്യൂഷൻ ബാലെ ഫോമിലേക്ക് കൊണ്ടുവന്നത്. ആൻഡ് ഷീ ബ്രേവ്ലി ബ്രോക്ക് അവേ ഫ്രം വാട്ട് വാസ് എക്സ്പെക്റ്റഡ് ടു ബി കൺഫേംഡ്, വാട്ട് വാസ് എക്സ്പെക്റ്റഡ് ഫ്രം ദ സൊസൈറ്റി ടു ബി ഫോളോഡ്. അതിൽ നിന്ന് ഒക്കെ മാറി, ആ കൺവെൻഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് ആ ഫ്രെയിംവർക്കിൽ നിന്ന് പുറത്തു വന്ന് ഒരു എവല്യൂഷണറി ഫോം ആണ് കൊണ്ടുവന്നത്. ആൻഡ് ഹർ ഡാൻസ് വാസ് ലിബറേറ്റിംഗ്. ശരിക്കുള്ള ബാലെ എന്ന് പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് വേണമെങ്കിൽ പറയാം. അതിലുള്ള ഡാൻസേഴ്സ് ഒരിക്കലും ഡാൻസ് ഫോമിനോട് കണക്ട് ചെയ്തിട്ട്, ഓഡിയൻസിനോട് കണക്ട് ചെയ്തിട്ട് മൈൻഡ് ഫ്രീ ആക്കി അവർക്ക് കളിക്കാൻ പറ്റില്ല. ദേ ആർ ഓൾവേസ് കൺസേൺഡ് അബൌട്ട് ദ സ്റ്റെപ്സ്, അബൌട്ട് ദെയർ പൊസിഷൻസ്, അബൌട്ട് ദ റൂൾസ്, അബൌട്ട് ദെയർ പോസ്ചേഴ്സ്. പക്ഷെ ഈ ഒരു ഡാൻസ് ഫോമിൽ അങ്ങനെ ഒന്നും ആരും വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ദേ കുഡ് ഡു whatever they want because each step depended upon the preceding step and that completed the organic succession of and the overall beauty of the dance form. അല്ലേ? ഇപ്പൊ വേ ഓഫ് ലിവിങ് നോക്കുവായിരുന്നെങ്കിൽ ഒരു എംഫാറ്റിക് ലിവിങ് ആണ്. ഷീ ഹാഡ് ഹെർ ഓൺ ഐഡിയോളജീസ് ആൻഡ് ഹെർ ഓൺ പാറ്റേൺ ഫോർ ലൈഫ്. ആൻഡ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഒരുപാട് ട്രാജഡീസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഷീ ഓൾവേസ് ട്രൈ ടു പുട്ട് അപ്പ് എ സ്മൈൽ. ആൻഡ് ദാറ്റ് വാസ് ഹെർ ഓൺ ഫിലോസഫി ഓഫ് ലൈഫ്. ഫെമിനിസ്റ്റ് ആണെന്ന് പറയാം, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജീസ് ഉണ്ടായിരുന്നു. ആൻഡ് ഷീ വാസ് എ ബൈസെക്ഷൽ. ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്തത് 1927 ആൻഡ് it deals with her dance school, her life, and how important it is, and the birth of the modern dance. ഇതൊക്കെയാണ് ഈ ബുക്കിൽ മേജറായിട്ട് പറയുന്നത്.
ഈ ബുക്ക് ഫേമസ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് അധികം ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് അല്ല ആ ഒരു സമയത്ത്. പബ്ലിഷ് ചെയ്തിരുന്ന സമയത്ത്. പിന്നെ പിന്നെയാണ് ഇത് ഫേമസ് ആയി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ ഹിസ്റ്ററി ഓഫ് ദ മോഡേൺ ഡാൻസ് ഫ്രം എ കാൻഡിഡ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മോട്ടോ എന്താണ്? ഈ ഒരു ബുക്കിന്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ ഡു വാട്ട് യു ലവ്. ദാറ്റ് ഈസ് വാട്ട് ഷീ ഈസ് ട്രൈങ് ടു ടെൽ യു. Do not adhere blindly to the rules and conventions of the society. Just do what you love. And ഒരു ബുക്കും കൂടി പ്ലാൻ ചെയ്തിരുന്നു എഴുതാൻ വേണ്ടിയിട്ട് ഡങ്കൻ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഷീ ഡൈഡ്. ആൻഡ് ഇറ്റ്സ് ഫ്രാങ്ക്ലി അബൌട്ട് റിയാലിറ്റി ഓഫ് ഹർ ലൈഫ്. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇസഡോറ ഡങ്കന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് മൂവീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. 1968 ഇസഡോറ പിന്നെ അത് ഇസഡോറ ഡങ്കന്റെ മൂവി ഇറങ്ങിയിട്ടുണ്ട്. 2 മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. So it's all about the work. So I was just narrating or just telling the major key points of the work, and please read through the details available on various websites. And if you could, you can purchase the book. It's available and try to read through it. It's really beautiful. Or if you have the chance to watch the movies, I really recommend watching the movies. Thank you so much. And if you have any doubts, please let me know in the comment section. Thank you for listening. Thank you so much.